നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ നിന്നും 20 കോടി രൂപ വിലമതിക്കുന്ന വസ്തുക്കൾ മോഷണം പോയെന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. മോൺസൺ മാവുങ്കലിന്റെ കലൂരിലെ വാടക വീട്ടിൽ നിന്നാണ് ഇത്തരമൊരു മോഷണം നടന്നിരിക്കുന്നത്. നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് ഈ വീടുള്ളത്. ഇവിടെ നിന്നും 20 കോടി രൂപ വിലമതിക്കുന്ന വസ്തുക്കളാണ് നഷ്ടമായിരിക്കുന്നത്. CCTV തകർത്തുള്ളിലെത്തിയ മോഷ്ടാക്കൾ സ്വർണ്ണ ഖുറാനും വാച്ചുകളുമൊക്കെ മോഷ്ടിച്ചെന്നും ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഈ മോഷണം നടന്നെന്നുമാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. അതായത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ എടുക്കാൻ മോൺസന് കോടതി അനുമതി നൽകിയിരുന്നു. ഇതനുസരിച്ച് പരോളിലിറങ്ങിയിരിക്കുന്ന പ്രതി വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് കൊച്ചിയിലെ മോൺസന്റെ വാടക വീട് നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണുള്ളത്. എറണാകുളം നോർത്ത് പോലീസാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. എന്തൊക്കെ വസ്തുക്കൾ മോഷണം പോയി എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയൊന്നും തന്നെ വന്നിട്ടില്ല. നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് മോൺസന്റെ വീടും സാധനങ്ങളും എല്ലാം തന്നെ. ഈ സാധനം എടുക്കാനാണ് മോൺസൺ ഹൈക്കോടതിയുടെ അനുമതിയോടെ എത്തിയത്. നിലവിൽ പരോളിലാണ് മോൺസൺ. കോടതിയുടെ ഉത്തരവനുസരിച്ച് വീട്ടിലുള്ള സാധനങ്ങൾ തിട്ടപ്പെടുത്താനായിട്ടാണ് മോൺസൺ ഉദ്യോഗസ്ഥരുമായി കല്ലൂരിലെ വീട്ടിലെത്തിയത്. അപ്പോഴാണ് വീട്ടിന്റെ ഒരു ഭാഗം പൊളിഞ്ഞതായി തന്നെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിനുള്ളിലുണ്ടായിരുന്ന പുരാവസ്തുക്കളിൽ പലതും മോഷണം പോയെന്ന് തന്നെയാണ് മോൺസൺ തന്റെ പരാതിയിൽ പോലീസിന് നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 20 കോടിയോളം വിലയുള്ള സാധനങ്ങൾ മോഷണം പോയെന്നാണ് മോൺസന്റെ അഭിഭാഷകൻ പറയുന്നത്. CCTV ഉള്ളത് പൊളിച്ചു മാറ്റിയാണ് മോഷണം നടത്തിയിരിക്കുന്നത്. 2 ആഴ്ച മുമ്പ് കോടതിയിൽ നിന്ന് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ വന്ന് പരിശോധിച്ച സമയത്ത് വീടിന് കേടുപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഹൈക്കോടതിയുടെ ഉത്തരവ് വന്ന പ്രകാരം നോക്കിയതിന് പിന്നാലെയാണ് മോഷണ വിവരം പോലും അറിഞ്ഞതെന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം പുരാവസ്തുക്കൾ മറയാക്കി കോടികൾ തട്ടിയ മോൺസൺ മാവുങ്കലിന്റെ ജീവിതം പോലും ആരെയും ഞെട്ടിപ്പിക്കുന്നവയാണ്. പുരാവസ്തു മ്യൂസിയത്തിനെ അനുസ്മരിപ്പിക്കുന്ന വീടും മുറ്റം നിറയെ ആഡംബര കാറുകൾ, പോലീസിലെയും രാഷ്ട്രീയത്തിലെയും ഉന്നതന്മാരുമായുള്ള ബന്ധം, പുരാവസ്തു വിൽപ്പനക്കാരനെന്ന് അവകാശപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിനായിരുന്നു അറസ്റ്റ്. മകളുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുക്കാനായി ചേർത്തലയിലെ വീട്ടിലെത്തിയപ്പോഴാണ് മോൺസനെ ക്രൈംബ്രാഞ്ച് പിടികൂടുന്നത്. എറണാകുളം കലൂരിൽ 50,000 രൂപ മാസവാടകയുള്ള വീട്ടിലാണ് മോൺസൺ മാവുങ്കൽ താമസിച്ചിരുന്നത്. പുരാവസ്തുക്കൾ മ്യൂസിയം കണക്കെ തന്നെ മാറ്റിയിരിക്കുന്ന ഒരു വീടാണത്. അമൂല്യ വസ്തുക്കളെന്ന് അവകാശപ്പെടുന്നവയിൽ മിക്കതും പിന്നീട് വ്യാജമാണ് എന്ന് കണ്ടെത്തുകയായിരുന്നു. ഇവയിൽ 70% സിനിമാ ചിത്രീകരണത്തിന് വാടകയ്ക്ക് നൽകുന്ന വസ്തുക്കളാണ് എന്നാണ് പരാതിക്കാർ ചൂണ്ടിക്കാട്ടിയത്. 28 വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ തന്റെ പക്കലുണ്ട് എന്നായിരുന്നു മോൺസൺ പലരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. 25 വർഷമായി ആന്റിക് ഡയമണ്ട് ബിസിനസ് നടത്തുകയാണ് എന്നായിരുന്നു മോൺസൺ കബളിക്കപ്പെട്ടവരോട് പറഞ്ഞിരുന്നത്. യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ യൂദാസിന് ലഭിച്ച 30 വെള്ളിക്കാശിലെ 2 എണ്ണം, കുരിശിൽ നിന്നിറക്കിയ യേശുവിന്റെ മുഖം തുടച്ച തുണി, ഗൽഗുത്തയിൽ യേശുവിന്റെ കാലടി പതിഞ്ഞ മണ്ണുകൊണ്ടുണ്ടാക്കിയ കുരിശ്, യേശുവിന്റെ മുഖം തുടച്ച തൂവാലയിലെ നൂലുകൊണ്ടുണ്ടാക്കിയ മാല, യേശു വെള്ളം വീഞ്ഞാക്കിയ കൽഭരണി, മോശയുടെ അംശവടി, സെന്റ് ആന്റണിയുടെ നഖത്തിന്റെ കഷ്ണം, അൽഫോൺസാമയുടെ തിരുശേഷിപ്പ്, ചാവറയച്ചൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, സ്വർണം കൊണ്ട് നിർമ്മിച്ച പേജിൽ എഴുതിയ ബൈബിൾ, മുഹമ്മദ് നബി ഉപയോഗിച്ചിരുന്ന ഒലുവണ്ണ ഒഴുക്കുന്ന റാന്തൽ വിളക്ക്, രാജ രവിവർമ്മയുടെ ചിത്രങ്ങൾ, ടിപ്പുവിന്റെ സിംഹാസനം എന്നീ അപൂർവ വസ്തുക്കളൊക്കെ തന്റെ ശേഖരത്തിലുണ്ട് എന്നാണ് മോൺസൺ അവകാശപ്പെട്ടത്. ടിപ്പുവിന്റെ സിംഹാസനവും മോശയുടെ അംശവടിയും ചേർത്തലയിലെ ആശാരിയെ കൊണ്ട് നിർമ്മിച്ചതാണ് എന്നതായിരുന്നു പിന്നീട് ലഭിച്ച വിവരം. എന്നാൽ സിംഹാസനമൊക്കെ 3 വർഷം മുൻപ് എറണാകുളം കുണ്ടന്നൂരിൽ നിർമ്മിച്ചതാണ് എന്നും മോൺസന്റെ ഡ്രൈവറും വെളിപ്പെടുത്തിയിരുന്നു. അംശവടി നിർമ്മിച്ചത് എളമക്കരയിലാണ് എന്നതായിരുന്നു പുറത്തുവന്ന വിവരങ്ങൾ. യൂദാസിന് ലഭിച്ച 30 വെള്ളിക്കാശിലെ 2 എണ്ണം കൊച്ചിയിൽ നിർമ്മിച്ചതാണ് എന്നായിരുന്നു ലഭിച്ച വിവരങ്ങൾ. മതിൽ നിറയെ ചിത്രങ്ങളുള്ള കലൂരിലെ വീട്ടിലേക്ക് പുറത്തുനിന്ന് അധികം പേരെ പ്രവേശിപ്പിച്ചിരുന്നില്ല. നിരവധി CCTV ക്യാമറകളുള്ള ഈ വീട്ടിൽ സുരക്ഷയ്ക്കായി നായ്ക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനു പുറമെ സ്വകാര്യ ഏജൻസിയുടെ സുരക്ഷയടക്കമുണ്ടായിരുന്നു. എന്നാൽ അധികം താമസിക്കാതെ തന്നെ മോൺസന് പിടി വീഴുകയായിരുന്നു. ഇതിന് പിന്നാലെ കോടതിയുടെ നിരീക്ഷണത്തിലായിരുന്നു ഈ വീടടക്കം. എന്നാൽ ഇപ്പോൾ വിലപിടിപ്പുള്ള വസ്തുക്കളടക്കം നഷ്ടപ്പെട്ടു എന്നാണ് പരാതിയിലും പറയുന്നത്.